സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചുള്ള ആരി വർക്കാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് 2 കെട്ട് നൂല് വേണം. ഡബിൾ ത്രെഡ് ആയിട്ടാണ് സിൽക്ക് ത്രെഡ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ബിഗിനേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരൊറ്റ കെട്ട നൂല് മതി. ഇതുപോലെ 2 ത്രെഡ് ആയിട്ട് എടുത്തിട്ട് ഇതിന്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒരു എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിക്കാണ് ത്രെഡ് എടുക്കേണ്ടത്. 2 ത്രെഡും ഒരുമിച്ച് വേണം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ആരി നീഡിൽ നമ്പർ 14 ആണ് ഇതുപോലുള്ള വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു നൂലിന് കുറച്ച് പ്രത്യേകതയുണ്ട്. സാധാരണ സ്വീൻ ത്രെഡും ചെറി ത്രെഡും പോലുള്ള ഒരു കട്ടി ഇതിനകത്തില്ല. ഇത് സോഫ്റ്റ് ത്രെഡാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകും, അതുപോലെ പെട്ടെന്ന് പിരിന്ന് വരും. ആ ഒരു പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു ത്രെഡിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം ഇതുപോലെ വലിയ വലിയ ചെയിൻ സ്റ്റിച്ച് ആയിട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. നല്ലതായിട്ട് 2 ത്രെഡും ഒരുമിച്ച് വരുന്ന രീതിക്ക് പ്രാക്ടീസ് ആവുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റിച്ചസിന് വലിപ്പം കുറച്ച് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ചസ് ആയിട്ട് എടുത്ത് പഠിക്കണം കേട്ടോ. കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ചസ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഫില്ലിംഗ് വർക്കൊക്കെ ചെയ്യാൻ പറ്റൂ. സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് ഒരു ഫ്ലവർ ഫില്ലിങ്ങിന്റെ ട്യൂട്ടോറിയൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുള്ളവർക്ക് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് കയറി കാണാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ.